പെർസെൻറ്റേജ് കൂട്ടി. അപ്പോൾ കൂട്ടിയിട്ട് എൻ്റെ പെർസെൻറ്റേജ് എനിക്ക് കിട്ടിയത് 90.67% പെർസെൻറ്റേജ് വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോ തന്നെ അമ്മ വിളിക്കുന്നത്. ഹലോ, പാസ്സായി. ജന്മം കാത്തിരുന്ന് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ, നമ്മുടെ നാട്ടിലെ കണ്ണാപ്പികൾ ഏറ്റവും അധികം നെഞ്ചിലേറ്റിയ ഒരു ഫാമിലി എന്ന് പറയാൻ പറ്റത്തില്ല. പെൺകുട്ടിക്കിപ്പോഴും ഒരു ഫാമിലി നോക്കേണ്ട ഒരു രീതിയിലൊന്നും ആയിട്ടില്ല. മറ്റാരുമല്ല, പൂജ അമൽ ദമ്പതികൾ. അതേ, പൂജ അമൽ ദമ്പതികളെ നെഞ്ചിലേറ്റുന്നതിൽ ഏറ്റവും മുമ്പിലുണ്ടായിരുന്നത് നമ്മുടെ നാട്ടിലെ കണ്ണാപ്പികളായിരുന്നു. എന്നാൽ കണ്ണാപ്പികൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി, അതായത് ഏറ്റവും വലിയ ചോദ്യം, ഈ പെൺകുട്ടിക്ക് തുടർന്ന് പഠിക്കാനാകുമോ? 9ാം ക്ലാസ്സിൽ വെച്ച് ഒളിച്ചോടി പോകുന്ന പൂജ, അമലിനോടൊപ്പം ഒളിച്ചോടി പോകുന്ന, വീട്ടുകാരെ ഏറെ നാണക്കേടിലാഴ്ത്തി, വീട്ടുകാരുമായിട്ട് വലിയ ഫൈറ്റ്, പോലീസ് കേസ് അടക്കം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കേട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഏറെ ആളുകൾ ഒരു ചോദ്യചിഹ്നമായി കണ്ടത്, തുടർന്ന് ഈ പെൺകുട്ടിയെ പഠിപ്പിക്കാൻ വിടുമോ, പഠിക്കാൻ സാധിക്കുമോ? അമൽ എന്ന് പറയുന്ന ഈ ഒരു പഹയന്റെ തീരുമാനം ഏവരും ഉറ്റുനോക്കിയായിരുന്നു. ആ ഒരു വിഷയത്തിൽ കണ്ണാപ്പി അസോസിയേഷനെ സംബന്ധിച്ച് അവർ ഏറെ ആശങ്കാകുലരായിരുന്നു. ഈ ഒരു വിഷയത്തിൽ നാണക്കേടുണ്ടാക്കുകയാണെങ്കിൽ തുടർന്നങ്ങോട്ട് കണ്ണാപ്പികളുടെ ഈ ഒരു പ്രവർത്തന മേഖല തന്നെ സ്തംഭിക്കുന്ന രീതിയിലേക്ക്, നാണക്കേടുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചത്? കണ്ണാപ്പികൾക്ക് വലിയ രീതിയിലുള്ള സന്തോഷ വാർത്തയാണ് ഉണ്ടായിരിക്കുന്നത്. പൂജമോളുടെ റിസൾട്ട് വന്നിരിക്കുന്നു, +2 റിസൾട്ട് വന്നിരിക്കുന്നു. അത് മാത്രമല്ല, ഏറെ ഞെട്ടലുളവാക്കുന്ന, അതായത് വീട്ടിൽ നിന്നും പൂജയെ പുറത്താക്കിയതിന് ശേഷം ഒരിക്കൽ പോലും പൂജമോളെ കാണാൻ തയ്യാറായിരുന്നു. അതിനുശേഷം ഞാൻ ഇവരുടെ വ്ലോഗ് കണ്ടിട്ടില്ല. ഇപ്പോഴിതാ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പൂജമോളെ വീട്ടിൽ കയറ്റിയിരിക്കുന്നു. 2 കൈ നീട്ടി പൂജമോളെ അമ്മയും അവളുടെ ബാപ്പയും സ്വീകരിച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ഫേസ്ബുക്കിൽ കാണുന്ന പഹയന്മാർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. ഇന്ന് മെയ് 26 +2ന്റെ റിസൾട്ട് വരുന്ന ദിവസം. അതെ ഗൈസ്, അപ്പൊ എല്ലാരും പൊന്നിന്റെ റിസൾട്ട് അറിയാൻ എന്തായാലും ആകാംക്ഷയോടെ ഇരിക്കുമായിരിക്കും. കാരണം നമ്മള് റിസൾട്ട് വന്ന ഉടനെ എല്ലാരും ചോദിക്കും എന്തുവാ റിസൾട്ട്, അപ്പൊ എന്തായാലും നമ്മൾ റിസൾട്ട് കാണിക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ റിസൾട്ട് ചെക്ക് ചെയ്യാം. അതായത് കണ്ണാപ്പി അസോസിയേഷനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു അവസ്ഥയായിരുന്നു ഈ ഒരു പരീക്ഷയിൽ. പൂജ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി തോക്കുകയാണെങ്കിൽ, അതായത് തുടർന്ന് അങ്ങോട്ടും ഈ രീതിയിൽ പോകുന്ന കണ്ണാപ്പികളെ സംബന്ധിച്ച് അവരെ മുളയിലേ നുള്ളുന്ന രീതിയിലേക്ക് ഈ പറഞ്ഞ രക്ഷിതാക്കൾ പോകുന്ന ഒരു പ്രവണത ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ വെല്ലുവിളി നേരിട്ടത്, ഇവരുടെ കുടുംബത്തെക്കാട്ട്, ഈ ഒരു പഹയനേക്കാൾ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടത് കണ്ണാപ്പി അസോസിയേഷൻ ആണെന്ന് പറയാതെ വയ്യ. എന്നാൽ അവർക്ക് ഏറ്റവും സന്തോഷകരമായ ആ ഒരു വാർത്ത, വരുന്നുണ്ട്. അമ്മ എടുത്ത് പറയാം. വീഡിയോ എടുക്കുമ്പോ തന്നെ അമ്മ വിളിക്കുന്നത്. ഹലോ, പാസ്സായി. എല്ലാ വിഷയവും പാസ്സായി. എവിടാ? അങ്ങോട്ട് വരാൻ നിൽക്കുവാ. അന്ന് ചോട്ടിപ്പോ വരും വിളിക്കാൻ. വരണോ ഗായ്സ്? എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് പാസ് ആയിട്ടുണ്ട്. ഇത് എന്റെ പേര് തന്നെയാണ്. നിക്ക് അതും കൂടെ ഞാൻ കാണിക്കാം. പൂജ B 2000 എന്റെ ആണ്. പാസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം പിന്നെ A+ലൊന്നും അല്ല കാര്യം, മാർക്കിലാണ്. എന്താ, ഞാൻ പാസ് ആയിട്ടുണ്ട്. എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ, പാസ്സാവോ ഇല്ലയോ എന്നുള്ള പേടിയായിരുന്നു. പക്ഷെ ഞാൻ പാസ്സായി. എനിക്ക് ഇനി ഹയർ സ്റ്റഡീസിലേക്ക് പോവാം. ഇനി അമ്മയൊക്കെ വന്നിട്ട് എന്താ, അമ്മയെ വിളിച്ച് അമ്മയോട് പറഞ്ഞു ഇനി അമ്മയൊക്കെ കേക്ക് മേടിക്കണം. നേരിട്ടുള്ള സന്തോഷ പ്രകടനങ്ങൾ നമ്മൾ കാണിക്കാം. ഒന്നാലോചിച്ച് നോക്കുക, ഏതൊരു കണ്ണാപ്പിയുടെ രോമം എണീറ്റിരിക്കുന്ന, എൻ്റെ പോലും രോമം എണീക്കുന്ന ആ രീതിയിലുള്ളൊരവസ്ഥ. അതായത് ഈ പരീക്ഷയിൽ, +2 പരീക്ഷയിൽ വിജയിക്കുക എന്നുള്ള ആ ഒരു കടമ്പയോടുകൂടി തന്നെ പിണങ്ങിയിരുന്ന, അതായത് ഒരിക്കലും തന്നെ കാണണ്ടെന്ന് കരുതി പൂജ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞ ആ വീട്ടുകാർ ഈ ഒരു റിസൾട്ടോട് കൂടി, A+ ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നിനും A+ ഇല്ല, ജയിച്ചു, നല്ല മാർക്കുണ്ടെന്നാണ് അവൾ പറയുന്നത്. ഈ ഒരു
ഒരു റിസൾട്ടോടുകൂടി ഓളെ തിരിച്ച് വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഓളെ കാണാൻ വേണ്ടി അമ്മ ഈ ഒരു വിജയം ആഘോഷിക്കാൻ വേണ്ടി പൂജയും അമലിൻ്റെ അടുത്തേക്ക് അമ്മയും അച്ഛനുമൊക്കെ വരുന്നു എന്നാണ് പറയുന്നത്. ഏറെ സന്തോഷകരമായ ഒരവസ്ഥ. ഇതുപോലൊരു അനുഭവം സമീപകാലത്ത് ഒരു കണ്ണാപ്പികൾക്കും സോഷ്യൽ മീഡിയയിൽ ഇത്രയും സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഗൈസ് എൻ്റെ പെർസെൻറ്റേജ് കൂട്ടി. അപ്പോൾ കൂട്ടിയിട്ട് എൻ്റെ പെർസെൻറ്റേജ് എനിക്ക് കിട്ടിയത് 90.67% പെർസെൻറ്റേജ് വന്നേക്കുന്നത്. അപ്പോൾ റിസൾട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുറേ പേര് കമൻറ്റിലും ഷോർട്സിലും വന്ന് ചോദിച്ചു എന്താ റിസൾട്ട് പറയാത്തേന്ന്. അപ്പോൾ ഞാൻ ജയിച്ചു, എലിജിബിൾ ആണ് അടുത്ത ഹയർ സ്റ്റഡീസിന് പോകാൻ. അപ്പോൾ ടോട്ടൽ എൻ്റെ പെർസെൻറ്റേജ് 90.67%. ഓക്കെ. ഒന്ന് ആലോചിച്ച് നോക്കുക. സാധാരണ നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒളിച്ചോടി പോവുക, മറ്റൊരു മാസത്തിൻ്റെ കൂടെ ഒക്കെ പോവുക, വീട്ടുകാർക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ ഒരു ബന്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സാധാരണ നിലയ്ക്ക് ഒരു കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും മിണ്ടാത്തവരുണ്ട്, ഒരു കാലത്തും മിണ്ടാതെ ഇപ്പോഴും ഇരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ സാധാരണ നിലയ്ക്ക് ഒരു കുട്ടി ഉണ്ടാകുമ്പോഴത്തേന് അവരുമായിട്ട് ഇണങ്ങുന്ന, കുട്ടിയെ കാണാൻ വേണ്ടി ചെല്ലുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം ആവുന്ന രീതിയിലൊക്കെയാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഒരു മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. അങ്ങനെയാണ് സാധാരണ കണ്ടുവരാറ്. ഇവിടെ കുട്ടി ആയില്ലെന്നാണ് എൻ്റെ അറിവ്. ഞാൻ പിന്നെ അവരുടെ വ്ലോഗ് കണ്ടിട്ടില്ല. കുട്ടി ആയില്ല, പക്ഷേ ഈ പെങ്കൊച്ച് +2 ജയിച്ച ആ ഒരു സന്തോഷം വീട്ടുകാരോടൊത്ത് ഈ ഒരു മൊമെന്റ് പങ്കുവെക്കേണ്ട ഒരു അവസ്ഥയിലുള്ള പെൺകുട്ടിയാണ്. +2 ഒക്കെ ജയിക്കുമ്പോൾ സാധാരണഗതിയിൽ എല്ലാ പെൺകുട്ടികളും സ്വന്തം വീട്ടിലായിരിക്കും. പക്ഷേ ഓള് മാത്രം കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ ഉള്ളൊരവസ്ഥ. മുസ്ലിം പെൺകുട്ടികൾക്ക് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. എൻ്റെ കൂടെയൊക്കെ പഠിച്ച പെൺകുട്ടികളെ ഞങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കെട്ടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പം അല്ലാത്ത ആൾക്കാർക്ക് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു അനുഭവം. ഭർത്താവിൻ്റെ വീട്ടിൽ ഇതേപോലെ +2 വിജയം ആഘോഷിക്കുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം കണ്ണാപ്പികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കണ്ണാപ്പി അസോസിയേഷനെ സംബന്ധിച്ച് അവരുടെ മുൻപോട്ടുള്ള ഒരു പോക്ക്. ഇനി എന്താണ് മറ്റുള്ള കണ്ണാപ്പികളുടെ അവസ്ഥ, ഈ രീതിയിൽ പോകുന്നവരുടെ അവസ്ഥ എന്നുള്ള ഒരു വലിയ ആശങ്കയൊന്ന് മാറിക്കിട്ടുകയാണ്. വലിയ വിജയം ഉണ്ടാക്കിയിരിക്കുന്നു. ഒരുപാട് വൈറലായ ഒരു താരമാണ് ഉണ്ടാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ വീട്ടുകാർ തിരിച്ച് വിളിച്ചിരിക്കുന്നു, വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ള ഏറെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. പൂജ അമലിൻ്റെ ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യാതാണ് സോഷ്യൽ മീഡിയയിൽ. 9ാം ക്ലാസ്സിലാണ് ഒളിച്ചോടുന്നത്. വലിയ കോളിലൊക്കെ സൃഷ്ടിച്ചൊരു കേസാണ്. ഒരുപാട് പേര് അന്ന് കമൻ്റ് ഇട്ടിരുന്നത് ഈ പറഞ്ഞ പോലെ ഈ കൊച്ച് നന്നാവില്ല, പഠിത്തം നിർത്തും, അല്ലെങ്കിൽ ഗർഭിണിയാവും, ഗർഭിണിയായതിനു ശേഷം സ്കൂളിൽ പോകാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നൊക്കെയായിരുന്നു. എന്നാൽ അതൊന്നും സംഭവിച്ചില്ല. ഹയർ സ്റ്റഡീസിന് പോകുമെന്നാണ് പൂജ എന്ന് പറയുന്ന ഈ ഒരു പെൺകൊച്ച് പറയുന്നത്. +2 ജയിച്ചിരിക്കുന്നു, വീട്ടുകാർ ഒന്നിച്ചിരിക്കുന്നു. ഏറെ സന്തോഷകരമായ ഒരവസ്ഥ. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? പൂജയുടെ ഈ ഒരു വിജയം, അല്ലെങ്കിൽ പൂജയുടെയും അമലിൻ്റെയും ഈ ഒരു വിജയം നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കണ്ണാപ്പികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കണ്ണാപ്പി അസോസിയേഷനെ സംബന്ധിച്ച് ഇത് വലിയ ഒരു നേട്ടം, സമീപകാലത്തെ ഏറ്റവും വലിയ നേട്ടമായി ഇത് മാറുകയാണോ? എങ്ങനെയാണ് നിങ്ങൾ ഇനി വിലയിരുത്തുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ഫേസ്ബുക്കിൽ കാണുന്ന പഹയന്മാർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഒരു ജന്മം കാത്തിരുന്ന